ഞാനിതിവിടെ കുറച്ച് വഴുതന എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. നീളത്തിലുള്ള വയലറ്റ് കേട്ടോ. പിന്നെ കത്തിരിക്ക എന്നും പറയുന്നത് കേൾക്കാം വഴുതനയ്ക്ക്. അപ്പം അത് നീളത്തിലുള്ളതിനാണോ ഉരുണ്ടതിനാണോ അങ്ങനെ പറയാം, രണ്ടിനും ഒരേ പേര് തന്നെയാണോ അതെനിക്കറിയില്ല കേട്ടോ. നീളത്തിലുള്ള വൈറ്റും ഉണ്ടാവാറുണ്ട്, വയലറ്റും ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു നാലഞ്ചെണ്ണം എടുത്തിട്ട് ഞാൻ കുറച്ച് കനത്തിലൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഒരു ചീനച്ചട്ടിയിൽ 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ജീരകം, കടുക്, ഉലുവ ഇത്രയും ചേർത്ത് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്നിങ്ങനെ അത് പൊട്ടാൻ വെക്കാം കേട്ടോ. പൊട്ടി കഴിഞ്ഞിട്ട് നമ്മളൊരു 4-5 വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തത്, ഒരു 2-3 പച്ചമുളക് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു വെളുത്തുള്ളി വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മൂക്കുന്നവരെ വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ വലിയൊരു സവാള തന്നെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാണ്. ആ ഒരു സവാളയൊക്കെ ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് കുഴഞ്ഞ് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ചേർത്തിട്ട് ആ ഒരു പൊടിയുടെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വഴുതനയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 4-5 വഴുതന ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാടങ്ങ് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ, ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല, അപ്പോൾ അങ്ങനെ ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് ഇതാ നമ്മൾ നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് സിമ്മിലാക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ല രീതിയിൽ ആ ഒരു വഴുതനങ്ങ അങ്ങനെ കുഴഞ്ഞ് വരും. അതിൻ്റെ ആ ഒരു കളറൊക്കെ മാറി നല്ല രീതിയിൽ കുഴഞ്ഞ് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത്. ആ തൈര് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ ഇത്തിരി തൈര് കുറവാണെന്ന് തോന്നി, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എത്രയാണോ ആ ഒരു കറിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 3/4 കപ്പോളം തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു ചെറുതായിട്ടൊന്നും ഇങ്ങനെ ചൂടാവുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തിളയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു തൈര് പിരിഞ്ഞിട്ട് വേറൊരു ഇതായിരിക്കും. നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടുള്ള കറി തന്നെയാണ്. ചോറിനൊക്കെ അടിപൊളിയാണ്. ട്രൈ ചെയ്തൊക്കെ മറക്കരുത്. ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറക്കരുത്.